ഹായ് ഓൾ. സംഭവം അധ്യായം 1 റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു സതീഷ് മംഗലത്ത്. ഈ സിനിമ ബേസിക്കലി ജിത്തു സതീഷ് മംഗലത്തിന്റെ തന്നെ ഒരു 15-20 മിനിറ്റ് ഡ്യൂറേഷനിൽ ഉണ്ടായിരുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ എക്സ്റ്റെൻഡഡ് വെർഷൻ, അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിമിനെ ഒരു സിനിമയാക്കി മാറ്റി. അതിൽ ഷോർട്ട് ഫിലിം കണ്ട വ്യൂവേഴ്സ്, അതേപോലെ അതിൽ കമന്റ് ചെയ്ത ആൾക്കാരുടെയൊക്കെ റിക്വസ്റ്റ് കണ്ടിട്ടാവണം ജിത്തു ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം സിനിമയാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന സിനിമയാണ് സംഭവം അധ്യായം 1. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ജേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിസ്റ്ററി ത്രില്ലർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലൂപ്പ് ത്രില്ലർ കാറ്റഗറിയിലൊക്കെ നമുക്ക് പെടുത്താം. ലൂപ്പ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ടൈം ട്രാവൽ, ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സംഭവം അധ്യായം 1. ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ യാതൊരുവിധ PR വർക്കോ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്നു തന്നെ. കാരണം ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്നതൊക്കെ ഒരുവിധം പുതുമുഖങ്ങളോ അല്ലെങ്കിൽ ഒരു ഇടത്തരം ആക്ടേഴ്സുമാണ്. അപ്പൊ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തിൽ എത്തിയിരിക്കുന്ന അസ്കർ അലി, ആസിഫ് അലിയുടെ സഹോദരനായ അസ്കർ അലിയാണ്. പിന്നീട് പറയേണ്ടത് വിനീത് കുമാർ, അത് സെന്തിൽ രാജാമണി, സിദ്ധാർത്ഥ് ഭരതൻ, അസീം ജമാൽ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ടെക്നിക്കൽ ടീമിനെ എടുത്ത് പറയണം. ബ്രില്യൻറ്റ് ടെക്നിക്കൽ വർക്ക്, ബ്രില്യൻ്റ് ആയിരുന്നു, ടോപ്പ് നോച്ച് ആയിരുന്നു. എസ്പെഷ്യലി ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ ആണ്. ഇതിന്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അടിപൊളി വർക്കാണ്. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കാടിന്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്. കാടിന്റെ അകത്ത് ഒരു ലൂപ്പിൽ പെടുക എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം സ്പോയിലർ ആവും. സോ അങ്ങനത്തെ ഒരു ലൂപ്പിൽ പെടുന്ന സംഭവത്തിൽ ആ കാടിന്റെ തീവ്രത അല്ലെങ്കിൽ തീക്ഷ്ണത അല്ലെങ്കിൽ ആ ഒരു ഭീകരത നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ മ്യൂസിക്കിന് ഒരുപാട് പങ്കുണ്ട്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഓഡിയോഗ്രഫി സൗണ്ട് മിക്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വിഷ്ണു ഗോവിന്ദാണ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഹാർട്സ് ഓഫ് മാൻ. ആൻഡ് ഞാൻ ഈ സിനിമ കണ്ടത് എറണാകുളം ഷെനോയ്സിലാണ്. 4K ഡോൾബി അറ്റ്മോസ് ആണ്. നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലർ ഇഷ്ടപ്പെടുന്ന, തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനി ഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഗൈസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. ഐ റിപ്പീറ്റ്, ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ടെക്നിക്കലി ബ്രില്യൻറ്റ് വർക്ക്. അത് ഞാൻ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് അർജുൻ പ്രകാശ്, അതേപോലെ തന്നെ DOP ചെയ്തിട്ടുള്ള ആൾക്കാർ കിട്ടില്ല മാൻ, പൊളി. കാരണം ലിമിറ്റഡ് ബഡ്ജറ്റിനകത്ത് നിന്ന് ഇത്രയും എൻഗേജിങ് അല്ലെങ്കിൽ ത്രില്ലിംഗ് ആക്കുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല. കാരണം ഈ സിനിമയിൽ ഒരു പഴയ കാലം, അതായത് ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ 2024-25 വരെയുള്ള കാര്യങ്ങൾ പല ഫേസുകളിലായിട്ട്, ഞാൻ പറഞ്ഞ ലൂപ്പിൽ പെട്ടു പോകുന്ന പല ഫേസുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ കാണിക്കുന്ന ഓരോ സമയത്തെയും കാസ്റ്റിംഗ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്ര കോസ്റ്റ്യൂംസ്, അതൊക്കെ അവർക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് അവർ പലതും ഗ്രാഫിക്സും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ VFX വെച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ കാണിക്കുമ്പോൾ പോലും ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് അത് ടെക്നിക്കലി അടിപൊളിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ സിനിമയുടെ പോരായ്മകളിലേക്ക് വരുമ്പോൾ ഒന്ന് ഇതിന്റെ കാസ്റ്റിങ്ങിലാണ്. കാരണം ഇപ്പൊ സിദ്ധാർത്ഥ് ഭരതൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിനീത് കുമാർ ആയിക്കോട്ടെ, അങ്ങനത്തെ കുറച്ച് നടന്മാരെ ഒഴിച്ചാൽ ബാക്കി കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ക്യാരക്ടർ ഡെപ്ത് ഉള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്. അത് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ അത്ര നന്നായിട്ട് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. അപ്പൊ സിനിമ ഒരു ഭയങ്കര ഭീകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ വിത്തിൻ ദ ലിമിറ്റ്, അല്ലെങ്കിൽ വിത്തിൻ ദ കൺസ്ട്രെയിൻഡ് ബഡ്ജറ്റ് ആൻഡ് ഓൾ, നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നൊരു ടോപ്പ് പടം തന്നെയാണ്. കാരണം ഇത് അധികം ശ്രദ്ധ കിട്ടാൻ സാധ്യതയില്ല ഇതിന്റെ PR വർക്കും കാര്യങ്ങളും കണ്ടിട്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് വേർഡ് ഓഫ് മൗത്തിലൂടെ ഓഡിയൻസ് കയറി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഡീസന്റ് വാച്ചാണ്. അതിൽ ഞാൻ ഗ്യാരണ്ടീഡ് ആണ്, ഡീസന്റ് വാച്ച്. ആൻഡ് ദോസ് പീപ്പിൾ ഹു ലവ് മിസ്റ്ററി ത്രില്ലേഴ്സ് ആൻഡ് ദോസ് പീപ്പിൾ ഹു ലവ് ദിസ് ടൈം ട്രാവൽ കൺസെപ്റ്റ്, എസ്പെഷ്യലി ഹോളിവുഡ് ഒക്കെ സിനിമകളിലാണ്, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് നിരാശ ഉണ്ടാവത്തില്ല. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഈ ഓഡിയോ സ്പെക്സും ഇത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല ആസ്വാദന ശേഷിയുള്ള ഓഡിയൻസിന്റെ ഇടയ്ക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു മികച്ച. പിന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ആകെ 2 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്ഥലത്ത് റിപ്പറ്റേറ്റീവ് ആയിട്ട്, അതായത് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഈ കണ്ടന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇമോഷണൽ കണക്ട് കൊണ്ടുവരാൻ ക്യാരക്ടേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ഒരു പല്ലുകടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അപ്പോഴും ടെക്നിക്കൽ വർക്ക് കൊണ്ടും, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ കൊണ്ടും, ഒരു പരിധിവരെ ഡയറക്ഷൻ കൊണ്ടും ഈ സിനിമ മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അസീം ജമാൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒരു എസ്ഐയുടെ ക്യാരക്ടറാണ്. അപ്പം എനിക്ക് തോന്നിയത് നമ്മുടെ മറ്റേ ജോർജ് സാർ ഉണ്ടല്ലോ, എടാ ജോർജ് സാറാടാ ബെൻസെ, ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതായത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പുള്ളി ശ്രമിച്ച പോലെ തോന്നി അസീം ജമാൽ. പക്ഷേ ഈസ് എ ഗുഡ് ആക്ടർ, കുഴപ്പമില്ല. പിന്നെ വിനീതിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആവുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാ ഏരിയയിൽ നമുക്കതൊരു അസഹനീയമായി തോന്നിയെങ്കിലും കുഴപ്പമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇനിയും
പാർട്ടുകൾ വരാനായിട്ടുള്ള സംഭവമുണ്ട്. പക്ഷേ എത്രത്തോളം ഈ സിനിമയ്ക്കുള്ള റിസപ്റ്റിവിറ്റി കിട്ടുന്നു അല്ലെങ്കിൽ കളക്ഷൻ വരുന്നു എന്നനുസരിച്ചായിരിക്കും ബാക്കി വരുന്നുണ്ടാവുക. പക്ഷേ ഡെഫിനറ്റ്ലി അത് ഇനി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എടുക്കാൻ, അതായത് ഇപ്പോൾ ഉള്ള കുറച്ച് പോരായ്മകൾ മാറ്റി കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഈ സിനിമ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളെ എക്കോ ഒക്കെ ചെയ്തിട്ടുള്ള ബാഹുൽ രമേശ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീമിന്റെ കയ്യിലൊക്കെ ആയിരുന്നു ഒരു പക്ഷേ കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ഇത് മോശമാണെന്നല്ല, പക്ഷേ ഇതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാനുള്ളൊരു സംഭവം അവരുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇവർ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ലിമിറ്റഡ് സ്കോപ്പിൽ നിന്നുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ പെരുന്നാളിന്റെ ഒക്കെ ഒരു വീക്കാണ്, അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സിനിമകളൊന്നുമില്ല. ഇപ്പോൾ രാവണപ്രഭു ഒക്കെ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പുതിയതായിട്ട് ഒരു സിനിമയില്ല, എന്നാൽ പുതിയ കൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മിസ്റ്ററി ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ടൈം ട്രാവൽ ബേസ്ഡ് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡോണ്ട് വെയിറ്റ് ഫോർ OTT. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, നിരാശപ്പെടത്തില്ല. ഈ പറഞ്ഞ ടെക്നിക്കൽ വർക്കും മ്യൂസിക് വർക്കും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഗോ വാച്ച് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഐ എൻജോയ്ഡ് ഇറ്റ് എലോട്ട്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയാണ്. സോ ഐ ആം ടോട്ടലി ഹാപ്പി വിത്ത് ദ വാച്ച്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.